ഗുഡ്നെസ് ടെലിവിഷൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപാട് 12-ാം അധ്യായത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരുന്നത്. വെളിപാടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 12-ാം അധ്യായമെന്ന് നമ്മൾ കണ്ടിരുന്നു. ഈ അധ്യായത്തിലാണ് സ്ത്രീയുടെയും തിന്മയുടെ പ്രതീകമായ വ്യാളിയുടെയും പ്രതീകങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ആ സ്ത്രീ മരുഭൂമിയിൽ പോറ്റപ്പെടുന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിരുന്നു. അതിന് ശേഷം അതിന് പശ്ചാത്തലം എന്നോണം ഈ തിന്മ ആത്യന്തികമായിട്ട് പരാജയപ്പെടുന്ന വിവരണമാണ് നമ്മൾ കാണുന്നത്. സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. മിഖായേലും അവൻ്റെ ദൂതന്മാരും സാത്താനും അവൻ്റെ ദൂതന്മാരും തമ്മിലുള്ള പോരാട്ടത്തിൽ ആ സർപ്പം, ആ മഹാവ്യാളി സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയപ്പെടുന്നതിൻ്റെ വിവരണവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശകലനം ചെയ്തിരുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയപ്പെടുക എന്ന ആ പ്രഖ്യാപനം ഈ തിന്മയുടെ ശക്തികൾക്ക് ഇനിമേൽ ആത്യന്തികമായി യാതൊരു ശക്തിയുമില്ല, അത് അവകാശപ്പെടാനില്ല എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ തിന്മയുടെ ഈ ശക്തികൾ താഴേക്ക് പതിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ദൈവജനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നു. നമുക്ക് വെളിപാട് 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. 10-ാമത്തെ വാക്യത്തിൽ അവസാനം രാപകൽ ദൈവസമക്ഷം നമ്മുടെ സഹോദരന്മാർക്കെതിരെ കുറ്റം ആരോപിച്ചുകൊണ്ടിരുന്ന കുറ്റാരോപകൻ വലിച്ചെറിയപ്പെട്ടു എന്ന് കാണുന്നു. അതേ തുടർന്നുള്ള വാക്യം, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി, മരണത്തിന് മുമ്പിൽ പോലും അവർ സ്വജീവനെ സ്നേഹിച്ചില്ല. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ തിന്മയുടെ ശക്തികൾ താഴേക്ക് പതിച്ച ആ വിവരണത്തിന് ശേഷം ആരാധന സമൂഹത്തോടുള്ള സന്ദേശമാണ് നാം കാണുന്നത്. അപ്പോൾ ആരാധന സമൂഹം ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ സംക്ഷിപ്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വിജയം നേടി എന്നുള്ള ആ ഒരു പദപ്രയോഗം അത് നമ്മൾ വെളിപാടിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ സഭകൾക്കുള്ള കത്തുകളിൽ നിരന്തരം കാണുന്ന ഒരു പ്രയോഗമാണ്. വിജയം നേടുക, അത് ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുക എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവർ യേശുവിനോടുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് അത് അവിടെ വിവരിക്കുന്നു. ഇനി ഈ വിജയം വരിക്കുക എന്ന് പറയുമ്പോൾ അതിന് വേറൊരർത്ഥം കൂടി ഒന്ന് കൽപ്പിക്കുവാനായിട്ട് സാധിക്കും. വിജയം വരിക്കുക അത് തിന്മയുടെ ശക്തികളുമായിട്ടുള്ള പോരാട്ടത്തിൽ അവർക്ക് സംഭവിക്കാവുന്ന രക്തസാക്ഷിത്വം കൂടി അർത്ഥമാക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ വിജയം വരിക്കുന്നത് തങ്ങളുടെ ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ടുള്ള വിജയം അർത്ഥമാക്കുന്നു. അപ്പോൾ ഈ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വെളിപാടിൽ അത് വിജയം വരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ യേശുവിനോട് വിശ്വസ്തത പുലർത്തുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് മാതൃകയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ പറയുന്നത് അവർ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിജയം നേടി. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ, അവരാകട്ടെ എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ദൈവജനം എന്ന് തന്നെയാണ്. ആരാധന സമൂഹത്തോടുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ കാണുക. അപ്പോൾ അവർ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും, എന്നാണ് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, യേശു കുരിശിലെ തൻ്റെ ബലി വഴിയാണ് സാത്താൻ്റെ മേൽ ആത്യന്തികമായി വിജയം നേടിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ ആ
രക്തത്തിൻ്റെ ആ ശക്തി നാം ഇവിടെ തിരിച്ചറിയുന്നു. ആ രക്തത്തിലൂടെയാണ് അവിടുന്ന് തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ശക്തി, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വെളിപാടിൽ പലയിടത്തും പറയുന്നുണ്ട്. ഉദാഹരണം, വെളിപാട് 1-ാം അധ്യായം 5-ാമത്തെ വാക്യം 2-ാം ഭാഗം, നമ്മെ സ്നേഹിക്കുന്നവനും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച്. അപ്പോൾ യേശു തൻ്റെ രക്തത്താലാണ് നമ്മെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. ഇനി അതുപോലെ തന്നെ 5-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നീ വധിക്കപ്പെടുകയും നിൻ്റെ രക്തം കൊണ്ട് ഓരോ ഗോത്രത്തിലും ഭാഷയിലും ജനത്തിലും ജനതയിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. അപ്പോൾ യേശു തൻ്റെ രക്തത്താലാണ് നമ്മെ രക്ഷിക്കുന്നത്. ഇനി 7-ാമത്തെ അധ്യായത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വാക്യം നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. ഈ വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നവർ ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പറയുന്നത്. അവരാണ് രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ എന്ന് പറയുന്നത്. എന്താണ് രക്തത്തിൽ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അതും യേശുവിൻ്റെ ആ രക്തത്താൽ നാം പാപങ്ങളിൽ നിന്ന് മോചിതരായി അവിടുത്തെ ഉദ്ധാരത്തിൻ്റെ ശക്തിയിൽ, ഉദ്ധാരപ്രഭയിൽ നാം പങ്കുചേരുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ യേശുവിൻ്റെ രക്തത്താലാണ് നാം രക്ഷ നേടിയിരിക്കുന്നത്. ഇനി ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ ശക്തി അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ യേശുവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവിടുത്തെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, നിർമ്മലരാക്കപ്പെട്ടവരാണ്. ഇനി യേശു തൻ്റെ രക്തത്താൽ നമ്മെ കഴുകി വിശുദ്ധീകരിച്ചു എന്നതുപോലെ തന്നെ ഈ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനം അവിടത്തേക്ക് വേണ്ടിയിട്ട് ഈ തിന്മയെ ചെറുക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനം യേശുവിൻ്റെ രക്തത്താൽ തിന്മയെ ചെറുക്കാനായിട്ട് പ്രാപ്തരാകുന്നു. അപ്പോൾ യേശുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവർ ഈ രക്ഷയിൽ പങ്കുചേരുന്നു എന്ന് നാം കാണുന്നു. ഇനി രണ്ടാമത് പറയുന്നു, സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനത്താലും. സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനത്താലും. അപ്പോൾ എന്താണ് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനത്താലും എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, സാക്ഷ്യം, ദൈവജനത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അത് യേശുവിൻ്റെ സാക്ഷ്യത്തിൽ പങ്കുചേരുകയാണ് എന്ന് നമ്മൾ കണ്ടു. ഇത് 1-ാം അധ്യായം മുതൽ തന്നെ പലയിടങ്ങളിലും ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പോൾ ദൈവജനത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ സാക്ഷ്യത്തിലുള്ള പങ്കുചേരൽ തന്നെയാണ്. ഇനി ഇവർ ആ സാക്ഷ്യം നൽകുമ്പോൾ അതിൽ പ്രകടമാകുന്ന എന്താണ്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം, രക്ഷയുടെ വാഗ്ദാനം, അത് അവരുടെ ജീവിതത്തിൽ തന്നെ അത് പ്രകടമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി ദൈവവചനത്തിലുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം ആണ് ഇത് ആദ്യം അർത്ഥമാക്കുന്നത്. ഇനി അതിന് വേറൊരു അർത്ഥം കൂടി നമുക്ക് കൽപ്പിക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിലും ഈ ദൈവവചനം പ്രകടമാകുന്നു എന്ന് കാണാം. കാരണം ക്രിസ്തു എന്ന് പറയുന്നത് തന്നെ എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം തന്നെയാണ്. അപ്പോൾ ദൈവവാഗ്ദാനങ്ങളുടെ, ദൈവവചനത്തിൻ്റെ പൂർത്തീകരണം തന്നെയാണ്. ക്രിസ്തുവിനെ ദൈവവചനമെന്ന് വിളിക്കുന്നുണ്ടല്ലോ. വെളിപാട് 19-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനെ ദൈവവചനമെന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തു ആ ദൈവവചനത്തിൻ്റെ പ്രകടനം തന്നെയാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്താലും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനത്താലും അവർ വിജയം നേടി എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ തിന്മയുടെ ശക്തിക്കെതിരെ ദൈവം ആത്യന്തികമായിട്ട് ഇടപെടുന്നു. അപ്പോൾ അത് ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ ആത്യന്തികമായിട്ടുള്ള ശക്തിയാണ് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇനി ഇവിടെ ഭൂമിയിലുള്ള തിന്മയുടെ ശക്തിക്ക് അവശേഷിക്കുന്ന ആ ശക്തിയുണ്ടല്ലോ, അതിനെതിരെ പോരാടേണ്ടത് ഇനി ദൈവവചനം തന്നെയാണ്. അവരുടെ
ആ സാക്ഷ്യ ജീവിതം വഴിയായിട്ട് ഇവയുടെ മേലുള്ള ആ വിജയം അത് പൂർണ്ണമാക്കുവാനായിട്ട് അവർ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു തുടങ്ങി വെച്ച ആ ഒരു പോരാട്ടം അത് ഏറ്റെടുക്കുന്നത് ദൈവജനം തന്നെയാണ്. അപ്പോൾ വെളിപാടിലുള്ള പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണിത്. അപ്പോൾ യേശു തിന്മയ്ക്കെതിരെ, ദൈവം തിന്മയ്ക്കെതിരെ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇനി അത് തുടരേണ്ടത്, ഈ ഒരു പോരാട്ടം തുടരേണ്ടത് ആരാധന സമൂഹം തന്നെയാണ് എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്ന മനോഹരമായിട്ടുള്ള അടുത്ത ഭാഗം, സ്വജീവനെ അവർ സ്നേഹിച്ചില്ല. സ്വജീവനെ സ്നേഹിച്ചില്ല, അതായത് അവർ യേശുവിനോടുള്ള വിശ്വസ്തതയെ പ്രതി തങ്ങളുടെ ജീവൻ തന്നെ സമർപ്പിക്കുവാനായിട്ട് അവർ തയ്യാറായി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലൗകികമായിട്ടുള്ള സകലതിനോടും അതിനോട് ഒരു ഗുഡ് ബൈ പറയുവാനായിട്ട് അവർ തയ്യാറാകുന്നു. സ്വർഗീയമായിട്ടുള്ളവയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. അപ്പോൾ ഈ ഒരു ആശയം, നമ്മൾ ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ നിത്യജീവൻ അവകാശമാക്കുന്നു എന്നുള്ള ആശയം സുവിശേഷങ്ങൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം ഉദാഹരണം, നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കാം. യോഹന്നാൻ 12:25. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. അപ്പോൾ സ്വജീവനെ സ്നേഹിച്ചില്ലെന്ന് പറയുമ്പോൾ രക്തസാക്ഷിത്വം മരിക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നു എന്നർത്ഥം. അപ്പോൾ ജീവനെ ത്യജിക്കുന്ന വഴിയായിട്ട് ഈ ലൗകിക ജീവിതം അവർ സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ നിത്യജീവനിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് എന്നിവിടെ അർത്ഥമാക്കുന്നു. അപ്പോൾ ഇവിടെ ജീവൻ സമർപ്പിക്കുക, രക്തസാക്ഷിത്വം മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വിധത്തിൽ നോക്കുമ്പോൾ ലൗകികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അത് പരാജയമാണ്. പക്ഷേ അത് സ്വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ, ദൈവികമായിട്ടുള്ള ആ കാഴ്ചപ്പാടിൽ അത് വിജയം തന്നെയാണ്. അപ്പോൾ യഥാർത്ഥ വിജയികൾ ആരാണ്? യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവൻ സമർപ്പിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഈ തങ്ങളുടെ ജീവൻ സമർപ്പിക്കുന്ന വഴിയായിട്ട് അവർ ആത്യന്തികമായിട്ട് ക്രിസ്തു തുല്യരായിട്ട് തീരുകയാണ്. അപ്പോൾ മരണത്തിൽ പോലും യേശുവിനോട് താതാത്മ്യപ്പെടുന്നതിനെക്കുറിച്ച് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറയുന്ന ഒരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജീവൻ സമർപ്പിക്കുന്ന വഴിയായിട്ട് അവർ തങ്ങളുടെ ജീവൻ ഇല്ലാതാക്കിയല്ല, നിത്യജീവന് വേണ്ടി അവർ ജീവനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇവിടെ അർത്ഥമാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വ്യാളി ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന് വെച്ചാൽ ഇനി അതിന് പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ. ഇനി ഈ തിന്മയുടെ ശക്തികളെയെല്ലാം അതിനെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുന്ന ആ പ്രക്രിയയിൽ അത് നമ്മളും പങ്കുചേരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആ നമ്മുടെ സാക്ഷ്യം വഴിയായിട്ട്, അതുപോലെ തന്നെ യേശുവിൻ്റെ രക്തത്താൽ വിശദീകരിക്കപ്പെട്ട നാം ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഈ തിന്മയ്ക്കെതിരെ പോരാടാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തമാണ് വ്യാളിയെ ആത്യന്തികമായി പരാജയപ്പെടുത്തുന്നതെങ്കിൽ മനുഷ്യചരിത്രത്തിൽ ആ വിജയം പൂർത്തിയാകുന്നത് ദൈവജനത്തിൻ്റെ സാക്ഷ്യം വഴിയാണ് എന്ന് നാം ഇവിടെ കാണുന്നു. ഇപ്പോൾ തിന്മയുടെ ശക്തികൾ ആത്യന്തികമായിട്ട് പരാജയപ്പെടുന്നതോടെ ദൈവജനം ദൈവത്തിൻ്റെ പരിപാലനം ആഴമായിട്ട് തിരിച്ചറിയുന്നു, അനുഭവിച്ച് അറിയുന്നു. അപ്പോൾ തിന്മ പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്ന ആ ഒരു വലിയ ഒരു കാര്യമാണ് ഇവിടെ ഈ ഭാഗത്ത് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തിന്മ പരാജയപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നത്. നമുക്ക് ആ വാക്യത്തിലേക്ക് കടക്കാം. 12-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആഹ്ലാദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ തനിക്കുള്ളൂ എന്നറിഞ്ഞ് വലിയ കോപത്തോടെ പിശാച്
നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആഹ്ലാദിക്കുവിൻ, സന്തോഷിക്കുവിൻ. അപ്പോൾ ഈ ആഹ്ലാദത്തിൻ്റെ കാരണം എന്താണ്? തീർച്ചയായിട്ടും ഈ തിന്മയുടെ മേൽ ദൈവം ആത്യന്തിക വിജയം നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ വസിക്കുന്നവരെ എന്ന് പറയുന്ന ആ ഭാഗം, അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ഇവിടെയുണ്ട്. സ്വർഗത്തിൽ വസിക്കുന്നവർ എന്നതിനെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം സ്കെനേവോ. സ്കെനേവോ, നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള പദം നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്കെനെ, കൂടാരം എന്നർത്ഥം. പഴയ നിയമത്തിലെ ആ കൂടാരത്തിൻ്റെ ഓർമ്മ. അപ്പോൾ കൂടാരത്തിൽ വസിക്കുക എന്നുള്ള ഒരു ധ്വനി നമുക്കറിയാം. പഴയ നിയമത്തിൽ ആ കൂടാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ആ ഒരു പദം തന്നെയാണ് സ്വർഗത്തിൽ വസിക്കുന്നവരെക്കുറിച്ച് പറയുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറുവശത്ത് ഭൂമിയിൽ വസിക്കുന്നവരെക്കുറിച്ച് പറയുമ്പോൾ ഈ പദമല്ല ഉപയോഗിക്കുന്നത്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പദം, കത്തോയ്ക്കയോ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യോഹന്നാൻ്റെ ആ ശൈലിയുടെ ആ പ്രത്യേകത സൂചിപ്പിക്കുവാനായിട്ട് ഇത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവരെ, ഈ സ്വർഗത്തിൽ വസിക്കുന്നവർ അത് മാലാഖമാരും അതുപോലെ തന്നെ വിജയം വരിച്ച ഈ ദൈവജനവും ആണ് എന്ന് കാണാം. ഇനി അവരോട് പറയുന്നു, നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. ആഹ്ലാദിക്കുവിൻ, അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ രക്ഷ ഇവിടെ യാഥാർത്ഥ്യമായതിലുള്ള സന്തോഷം തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ആഹ്ലാദിക്കുന്നത്. ഇനി ഈ ആഹ്ലാദിക്കുന്നതിനെക്കുറിച്ച് നിയമാവർത്തനം 32:43 ആ വാക്യം ഞാനൊന്ന് വായിക്കാം. ജനതകളെ, നിങ്ങൾ അവിടുത്തെ ജനത്തോട് താർത്ത് വിളിക്കുവിൻ. അവിടുന്ന് തൻ്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. എതിരാളികളോട് പകരം ചോദിക്കും. തൻ്റെ ജനത്തിൻ്റെ ദേശത്തു നിന്ന് പാപക്കറ നീക്കിക്കളയും. അപ്പോൾ ആഹ്ലാദിക്കുവിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് എന്താണ്? ദൈവം തൻ്റെ ജനത്തിന് രക്ഷ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ രക്ഷ അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത്. ഇനി ഇത് തന്നെ വീണ്ടും നമ്മൾ വേറെയും യെശയ്യായുടെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിലും നമ്മളൊക്കെ കാണുന്നുണ്ട്. ഇനി വെളിപാട് 18-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിലും നമ്മൾ ഈ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അല്ലയോ സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി നടത്തിക്കഴിഞ്ഞു. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് രക്ഷ കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് ആഹ്ലാദിക്കുവിൻ എന്നാണ് ഇവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും അർത്ഥമാക്കുന്നത്. ദൈവജനമേ, സ്വർഗവാസികളെ ആഹ്ലാദിക്കുക എന്ന് പറയുമ്പോൾ ദൈവം തൻ്റെ രക്ഷ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്നർത്ഥമാക്കുന്നു. ഇനി ആഹ്ലാദിക്കുന്ന നമ്മൾ വേറൊരു തലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് 11-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ 2 സാക്ഷികൾ കൊല്ലപ്പെടുമ്പോൾ ഭൂവാസികൾ ആഹ്ലാദിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇവരെയെല്ലാം, ഈ സാക്ഷികളെയെല്ലാം കൊന്നൊടുക്കി എന്നുള്ള ആ ഒരു സംതൃപ്തി, സന്തോഷം അവർക്ക്. പക്ഷെ അതിൻ്റെ ഒരു മറുവശമാണ്, ഈ ശക്തികളെല്ലാം ഇപ്പോൾ ആഹ്ലാദിക്കുന്നവർ, സന്തോഷിക്കുന്നവർ, അത് അവരുടെ ആഹ്ലാദം താൽക്കാലികമാണ്. യഥാർത്ഥത്തിലുള്ള ആഹ്ലാദം, സന്തോഷം എപ്പോഴാണ്? ദൈവം ഈ തിന്മയുടെ ശക്തികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുമ്പോഴാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ സ്വർഗവാസികളെ ആഹ്ലാദിക്കുവിൻ. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അടുത്ത പദം ഭൂമിയെ സമുദ്രമേ. ഭൂമിയെ സമുദ്രമേ. നമ്മൾ ആ ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും പ്രതീകം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഭൂമി എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും ലൗകിക തലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് തിന്മയുടെ കൂടെ നിൽക്കുന്നവർക്കുള്ള ഒരു പ്രതീകമാണ്. ഭൂവാസികളെന്ന് പറയുമ്പോൾ അവിടെ തിന്മയുടെ പക്ഷം ചേരുന്നവർ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഇനി സമുദ്രമെന്ന് പറയുന്നത് അത് തിന്മ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ തിന്മയുടെ ആവാസ കേന്ദ്രം തന്നെയാണ്. അപ്പോൾ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം. അപ്പോൾ
ഇവർക്ക് ഈ തിന്മയുടെ കൂടെ നിൽക്കുന്നവർക്ക് തിന്മയുടെ ആവാസ സ്ഥലങ്ങൾക്കെല്ലാം ദുരിതം, അതായത് അവയെല്ലാം പൂർണ്ണമായിട്ട് നിശേഷം ഉന്മൂലനം ചെയ്യപ്പെടാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുക, പ്രഖ്യാപിക്കുക. നിങ്ങൾക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്നറിഞ്ഞ് വലിയ കോപത്തോടെ പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചുരുങ്ങിയ സമയം മാത്രമേ തിന്മയ്ക്ക് ഇനിയുള്ളൂ എന്ന്. അപ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഈ ചുരുങ്ങിയ സമയമെന്ന് പറയുന്നത് അത് പല ഘട്ടങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള പല പദപ്രയോഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഈ മരിച്ചവർ ബലിപീഠത്തിന് കീഴിൽ നിന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്, ഇനി എത്ര നാൾ ഞങ്ങൾ അങ്ങയുടെ ന്യായവിധിക്കായിട്ട് കാത്തിരിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് അല്പസമയം കൂടി കാത്തിരിക്കുവാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു അല്പസമയം തന്നെയാണ് ഇവിടെയും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഈ ഭൂമിയിലുള്ള ആ സമയം, നന്മ തിന്മകൾ ഇടകലർന്നുള്ള നന്മ തിന്മകളുടെ സംഘർഷത്തിൻ്റെ ഈ ഒരു സമയം തന്നെയാണ് ഈ ചുരുങ്ങിയ സമയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ വേദനകളുടെയും സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും എല്ലാം സമയമാണ്. അപ്പോൾ ഇത് 11-12 അധ്യായങ്ങളിൽ നമ്മൾ വേറൊരു സംഖ്യയുടെ പ്രതീകത്തിലൂടെ അത് അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ടു. 1260 ദിവസം, അല്ലെങ്കിൽ 3.5 വർഷം, 42 മാസം. അപ്പോൾ ഈ പറയുന്ന കാലഘട്ടമെല്ലാം ഒന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഭൂമിയിൽ ദൈവജനം കടന്നു പോകുന്ന ആ സംഘർഷത്തിൻ്റെ, തിന്മയുമായിട്ടുള്ള ആ സംഘർഷത്തിൻ്റെ ആ ഒരു സമയം. അപ്പോൾ ചുരുങ്ങിയ സമയം പിശാചിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ചുരുങ്ങിയ സമയമാണ്. പിന്നെ അതിന് വേറൊരു അർത്ഥം അതിൻ്റെ ശക്തി പരിമിതമാണ് എന്നുകൂടിയാണ്. ഇനി ഈ സമയമാകട്ടെ, പിശാചിന് ലഭിച്ചിരിക്കുന്ന സമയമാകട്ടെ, അത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സമയം, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുവാനായിട്ട്, വഴിതെറ്റിക്കുവാനായിട്ട് ഇവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു. പക്ഷേ അവയെ ചെറുത്ത് തോൽപ്പിക്കുവാനായിട്ട് ദൈവജനത്തിന് സാധിക്കണം എന്നാണ് വെളിപാട് നൽകുന്ന ആഹ്വാനം. ഇനി ഈ തിന്മയുടെ ശക്തികൾ വലിയ കോപത്തോടെ അവർ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ വലിയ കോപത്തോടെ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? വലിയ കോപത്തോടെ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് സമാനമായിട്ട് ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ച്, ക്രോധത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ക്രോധമെന്ന് പറയുന്നത് ആ തിന്മയുടെ ശക്തിക്കെതിരെയുള്ള ക്രോധം, അതായത് നീതിക്ക് വേണ്ടിയിട്ടുള്ള അവിടുത്തെ ആ ഒരു ഇടപെടലാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ദൈവക്രോധത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഈ തിന്മയുടെ ശക്തികളുടെ കോപം എന്ന് പറയുന്നത്. ഇപ്പം ഇവരുടെ ഈ കോപം എന്ന് പറയുന്നത് എന്താണ്? തങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടുമ്പോഴുള്ള നൈരാശ്യത്താൽ സാത്താന് വരുന്ന കോപമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ തങ്ങളുടെ പദ്ധതികളെല്ലാം പാളിപ്പോകുന്നു. തങ്ങൾക്ക് വിചാരിച്ചതുപോലെ ഈ ഭൂമിയിൽ എല്ലാത്തിനെയും കീഴടക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു നൈരാശ്യം, അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുമല്ലെങ്കിൽ തങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നു എന്നറിയുന്നതിനാലുള്ള അവരുടെ പരിഭ്രാന്തിയാണ് ഈ കോപം അർത്ഥമാക്കുന്നത്. അപ്പോൾ വലിയ കോപത്തോടെ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾക്ക്, ഈ സാത്താന്, ഈ സർപ്പത്തിന് പരിഭ്രാന്തിയാണ് എന്നൊരു അർത്ഥമാക്കുന്നു. അപ്പോൾ ഇവ ദൈവജനത്തെ പ്രലോഭിപ്പിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അവർ മനയുന്ന പല തന്ത്രങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ആ തന്ത്രങ്ങളിൽ വീഴാതെ അതിനെ പ്രതിരോധിക്കുകയാണ് ആരാധന സമൂഹത്തിൻ്റെ കടമ. അപ്പോൾ ഈ ശക്തികൾക്ക് ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ സാധിക്കും, പക്ഷേ അത് ബാഹ്യമായ പീഡനം മാത്രമാണ്. ശാരീരികമായിട്ടുള്ള സഹനങ്ങൾക്ക് മാത്രമാണ് ഇവർ വിധേയരാകുന്നത്. ഇവർക്ക്, ഈ തിന്മയുടെ ശക്തികൾക്ക് ദൈവജനത്തിൻ്റെ ആത്മാവിനെ സ്പർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഭൂമിയിൽ തിന്മയുടെ തേരോട്ടം നമ്മൾ കാണുന്നു, എന്നാൽ മറുവശത്ത് സ്വർഗത്തിൽ ആഹ്ലാദമാണ്. കാരണം ഈ തിന്മയുടെ ശക്തികൾ അത് പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യപ്പെടുവാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന ഈ ശക്തികൾ വലിയ കോപത്തോടെ
അവൾ ദൈവജനത്തിൻ്റെ പക്കലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നു. പക്ഷേ അത് പടിപടിയായിട്ട് ദൈവജനത്തിൻ്റെ തന്നെ വിശ്വസ്തതയാൽ ദൈവത്തിന് യേശുവിന് അവർ നൽകുന്ന സാക്ഷ്യത്താൽ ഈ തിന്മകളെയെല്ലാം പൂർണ്ണമായിട്ട് അത് അവർ പരാജയപ്പെടുത്തും, ഉന്മൂലനം ചെയ്യും എന്ന് ഈ ശക്തികൾക്കൊക്കെ അറിയാം. അപ്പോൾ ദൈവജനം തിരിച്ചറിയേണ്ടത് എന്താണ്? തിന്മ ആത്യന്തികമായിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞു. ഇനി തിന്മയുടെ ശക്തി ഇനിയിവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യേണ്ടത് ദൈവജനത്തിൻ്റെ കൂടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അപ്പോൾ ദൈവജനത്തിനുള്ള ഉത്തരവാദിത്വം എന്താണ്? തങ്ങൾക്ക് ചുറ്റുമുള്ള തിന്മയ്ക്കെതിരെ ശക്തിയോടെ പോരാടുക. അവയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവയ്ക്ക് നമ്മുടെ ജീവനെ, നിത്യജീവനെ സ്പർശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വിജയം സുനിശ്ചിതമാണെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യുവാനായിട്ട് നാം ഭയപ്പെടുന്ന എന്തിനാണ്? അപ്പോൾ ഒരു ഭയപ്പാടുമില്ലാതെ ഈ തിന്മയ്ക്കെതിരെ പോരാടുവാനായിട്ടുള്ള ആഹ്വാനമാണ് വെളിപാടിൽ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ മധ്യഭാഗത്ത് 12-ാം അധ്യായത്തിൻ്റെ ഈ മധ്യഭാഗത്തുള്ള വിവരണത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ആശയം ഇതാണ്: തിന്മ ആത്യന്തികമായിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതിന് ഈ പ്രപഞ്ചത്തിലുള്ളവയുടെ മേൽ ആത്യന്തികമായിട്ടുള്ള യാതൊരു ശക്തിയുമില്ല. ഇനി ഇവയ്ക്ക് അല്പം ശക്തി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പരാജയപ്പെടുത്തുവാനായിട്ട് ദൈവജനത്തിന് സാധിക്കും. അവർ നൽകുന്ന ആ സാക്ഷ്യത്തിലൂടെ, അവരുടെ വിശ്വസ്തതയിലൂടെ. അങ്ങനെയെങ്കിൽ ആരാധനാ സമൂഹം സന്തോഷിക്കുക. ഈ തിന്മയുടെ ശക്തികൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നതിൽ അവർക്കും ഒരു പങ്ക് വഹിക്കുവാനുണ്ട് എന്നറിയുന്നതിൽ അവർ സന്തോഷിക്കുക. ഇനി അതിനായിട്ട് അവർ ഇറങ്ങിത്തിരിക്കുക എന്ന ആഹ്വാനമാണ് വെളിപാട് ഇവിടെ നൽകുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.